അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനും അൻവർക്കായും ഒരു ഷോപ്പിങ്ങിനായിട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് വേണ്ടി കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ ഹായ്, ഞാൻ മെഹറിൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇപ്പോൾ രാജസ്ഥാനിൽ വന്നതുകൊണ്ട് ഇന്ന പരപ്പുമ്പോൾക്ക് പെട്ടിയും കെട്ടി പറഞ്ഞേക്കാന്നുള്ള ഏകദേശം തീരുമാനം വന്നപ്പോൾ ഞാൻ അൻവർക്കാനോട് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വാങ്ങാണ്ട് നമുക്ക് എന്തായാലും ഷോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അൻവർക്ക താമരശ്ശേരിയിൽ നിന്ന് ഇവിടെ പൊറ്റമലക്കൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അൻവർക്ക വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡി ആക്കി ഉമ്മ ഇവിടെ കാത്തു കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 9 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് ഷടപടയും ഞാൻ മാറ്റി, ഓസിലിന് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം മാറ്റിപ്പോയി. എവിടെ പോവുകയാണെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മസ്റ്റായതിനെ കൊണ്ട് ഞാൻ വേഗം മാറ്റിയിട്ട് ലിപ്സ്റ്റിക്ക് വേഗം ഇട്ടിട്ട് പോവുകയാണ്. ഞാൻ ഉമ്മനോടും ഉപ്പനോടും പറഞ്ഞു പിടിച്ച് വരുമ്പോഴത്തേക്കും അബ്ബയും മോനും കാറിലൊക്കെ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മോന് സ്റ്റെയറിംഗ് ഒക്കെ പിടിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചിങ്ങനെ പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ ഒച്ചിനെ കണ്ടത്. അങ്ങനെ ഒച്ച് കുറച്ച് നേരം ഓസിലിനെ കൊഞ്ചിച്ചിങ്ങനെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാമെന്നുള്ള തീരുമാനിച്ചത്. പിന്നെയുള്ള ഓപ്ഷൻ ലൈക്ക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെസ്റ്റോയിൽ പോകണോ കല്യാണിൽ പോകുന്നോണ്ടേന്ന്. അപ്പോൾ അവസാനം നമ്മൾ ഏറ്റവും അടുത്തുള്ളത് കല്യാണിലായിരുന്നു. നമ്മളവിടെ പോയിട്ടു ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നതിൻ്റെ ക്യൂരിയോസിറ്റി മൊത്തം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ ട്രാഫിക് തൊണ്ടയുടെ ട്രാഫിക്കിൽ നിന്ന് ഇതെന്താ ട്രാഫിക് ഗ്രീൻ സിഗ്നൽ വരാത്തതെന്ന് പറഞ്ഞിങ്ങനെ ഷാഡ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അൻവർക്കായും പോയിട്ടില്ല. പക്ഷെ അൻവർക്കാക്ക് പോകാത്ത ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. കാരണം അൻവർക്കാൻ്റെ കീശയാണ് കാലിയാവാൻ പോകുന്നുള്ള എല്ലാ ഇതും ഉള്ളതുകൊണ്ട് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാനും മോസിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിച്ച് സാധനങ്ങളൊക്കെ വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ പർച്ചേസൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. നല്ല മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. കാരണം നമുക്ക് മോളുടെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ അത്ര മഴ ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ നമ്മൾ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴാണ് അത്രക്കും മഴ പെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത് ഓൾറെഡി ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടേജ് ഉള്ളത് കൊണ്ട് നമുക്ക് മഴ പെയ്യുന്ന അങ്ങനെ അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഓസിലും കൂടെ ഉള്ളതുകൊണ്ട് കാറ് താഴെയായിരുന്നു പാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്നു പോകാനുള്ള സ്കീം പറ്റില്ല. കാരണം ഓസിലിന് പനി പിടിക്കും. അതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കണ്ട വിചാരിച്ചിട്ട് മഴ നല്ലോണം ആസ്വദിക്കുക വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അബ്ബയും മോനും നല്ലോണം ആസ്വദിക്കേണ്ടിയിരുന്നു മഴ. ഞാനാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനും നല്ലോണം ആസ്വദിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു കുട കെട്ടിയപ്പോൾ അൻവർക്ക താഴെ പോയിട്ട് കാറൊക്കെ എടുത്ത് നമ്മൾ അതിൽ കാറൊക്കെ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.